2030 ഭാരതത്തിലെ ഇലക്ട്രിക് വാഹന വിപണി ഏകദേശം 20 ലക്ഷം കോടി രൂപയുടെ മൂല്യത്തിലേക്ക് വളരുമെന്ന് കേന്ദ്ര ഉപരിതല ഗതാഗത മന്ത്രി നിതിൻ ഗഡ്കരി. രാജ്യത്തെ ഇലക്ട്രിക് വാഹന രജിസ്ട്രേഷനിൽ 2024-25 വർഷം അതിവേഗ വളർച്ചയാണ് ഉണ്ടായതെന്നും ഗഡ്കരി പാർലമെന്റിൽ പറഞ്ഞു. രാജ്യത്തിന് അതിവേഗം കുതിക്കുന്ന ഇലക്ട്രിക് വാഹന വിപണിയിൽ അടയാളപ്പെടുത്തുന്നതാണ് ഗഡ്കരിയുടെ വാക്കുകൾ. 2024-25 57 ലക്ഷം ഇലക്ട്രിക് വാഹനങ്ങളാണ് രാജ്യത്ത് രജിസ്റ്റർ ചെയ്തത്. EV കാറുകളുടെ വിൽപ്പനയിൽ മാത്രം 20.8% വർധന. പെട്രോൾ ഡീസൽ കാറുകളുടെ വിൽപ്പനയിൽ കേവലം 4.2% മാത്രം വർധന രേഖപ്പെടുത്തിയപ്പോഴാണ് EV കുതിച്ചുകയറുന്നത്. ഇലക്ട്രിക് ഇരുചക്ര വാഹനങ്ങളുടെ വിൽപ്പനയിൽ 33% വർദ്ധിച്ചു. പെട്രോൾ ഇരുചക്ര വാഹനങ്ങളുടെ വിൽപ്പന വർധന 14% മാത്രമാണ്. ഇലക്ട്രിക് മുച്ചക്ര വാഹനങ്ങളുടെ വിൽപ്പനയിലും സമാനമായ വളർച്ച കാണാം. EV സെക്ടറിൽ 18% വളർച്ച രേഖപ്പെടുത്തുമ്പോൾ പെട്രോൾ ഡീസൽ മുച്ചക്ര വാഹന വിൽപ്പനയിൽ 6% വളർച്ച. Presently, 57 lakhs EVs registered in India. EV sales rates was faster than IC engines in 2024 and 2025. EV car increased by 20.8% and petrol and diesel by 4.2%. Two-wheeler EVs increased by 33% and petrol and diesel by 14%. There are three-wheelers EVs by 18% and petrol and diesel by 6%. Sir, in Karnataka, the EV growth is 16.6% and Bengaluru, it is 9.9%. 2030 ഈ മേഖലയിൽ 5 കോടി തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാനാകുമെന്നും മന്ത്രി ചൂണ്ടിക്കാട്ടുന്നു. 400-ലധികം സ്റ്റാർട്ടപ്പുകളാണ് ഇലക്ട്രിക് ടൂ വീലർ നിർമ്മാണ മേഖലയിൽ രാജ്യത്ത് പ്രവർത്തിക്കുന്നത്. ഈ സ്റ്റാർട്ടപ്പുകളുടെ എണ്ണത്തിലും 2024 അപേക്ഷിച്ച് 21% വർധനയുണ്ടായി. ലിഥിയം അയൺ ബാറ്ററിയുടെ വില കുറഞ്ഞതും ജമ്മു കാശ്മീരിൽ ഉൾപ്പെടെ കണ്ടെത്തിയ ലിഥിയം അയൺ ശേഖരവും ഈ മേഖലയിൽ രാജ്യത്തിന് പ്രതീക്ഷ നൽകുന്നതാണെന്നും നിതിൻ ഗഡ്കരി പറഞ്ഞു. ന്യൂസ് ഡെസ്ക്, ജനം.